രാജുവിന് മനസ്സിലൊന്ന് മുഖത്തൊന്ന് പറയുമ്പോൾ വേറൊന്ന് അതറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ എന്നാ പൃഥ്വിരാജിൻ്റെ രണ്ട് വാക്ക് പറയാം. എന്താ പൃഥ്വിരാജിൻ്റെ പേര് വന്നെന്ന് ആരെങ്കിലും നോക്കത്തില്ലേ? എന്തിനാണ് ഇവരൊക്കെ സ്വയം വില കളയുന്നത്? ഇങ്ങനെ നാണമില്ല സത്യം പറയുക. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ലേടാ ഇങ്ങനല്ലേടാ എന്നൊക്കെ പറയുന്നത് എന്തോ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വീട്ടിൽ ആരും കാണത്തില്ല. അവർക്ക് പോലീസ് കേസ് ഇന്നാണ്ട് പേരിൽ വന്നിട്ടുണ്ട്. എന്താ സംഭവം? അന്ന് വൈകിട്ട് വിട്ടു. ഇതൊന്നും അന്വേഷിക്കാതെ. അങ്ങനത്തെ ഒരു ഇഷ്ടം മല്ലിയമ്മയുടെ ഉള്ളിലും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇല്ല. കാരണം എൻ്റെ മക്കളല്ലേ, അവർ നന്നായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ഈശ്വര, ഈ ശത്രുക്കളുടെ ഇടയിലാണല്ലോ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം, എപ്പോഴൊക്കെ ഞാൻ മനസ്സ് നൊന്ത് ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടോ അത് എല്ലായിടത്തും പോകുന്ന ആളാണ് ഞാൻ. എനിക്ക് വേളാങ്കണ്ണി അമ്മയെ വിശ്വാസമാണ്, എൻ്റെ സകല ദൈവങ്ങളെയും വിശ്വാസമാണ്. തിരുവനന്തപുരത്തൊരു ഭീമാപ്പള്ളിയുണ്ട്, സേന കേട്ട് കാണിച്ചില്ലപ്പോൾ. അതൊക്കെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള സ്ഥലങ്ങളാണ്. ഞാൻ വിളിക്കുമ്പോഴെല്ലാം അത്യാവശ്യം എന്നെ ആശ്വസിപ്പിക്കാൻ ഈ ദൈവങ്ങളൊക്കെ വരാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. മുതലും പലിശയും ചേർത്ത് അവിടെ നിന്ന് വാങ്ങിച്ചോളുന്നതായിരിക്കും. കാരികപരത്തോടെ കാര്യങ്ങൾ തുറന്നടിച്ച്, അതായത് അല്ല, അത് ശരിയാ. അത് അവന്റെ അച്ഛന്റെ സ്വഭാവമാണ്. സംസാരിക്കാൻ പറ്റുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും, സുവോട്ടന്റെ ഡിക്റ്റോയാണ് രാജു. രാജുവിന് മനസ്സിലൊന്ന് മുഖത്തൊന്ന് പറയുമ്പോൾ വേറൊന്ന് അതറിഞ്ഞുകൂടാ. എന്ത് മനസ്സിൽ തോന്നുന്നോ ആ എക്സ്പ്രഷൻ മുഖത്ത് വരും, അത് തന്നെ അവൻ പറയുകയും ചെയ്യും. ഞാനും ഇന്തേരം പിന്നെ അതൊക്കെ ചിലപ്പോൾ ഒരു വിഷമം വന്നാലും അതൊക്കെ പറഞ്ഞ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. രാജുവിന് അത് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ദ്രജിത്ത് കുറച്ചും കൂടെ അതൊന്ന് അവന്റെ നയപരമായിട്ട് സംസാരിക്കാൻ കുറെ കൂടെ ഇന്ദ്രനാണ്. അതാ ഞാൻ പലപ്പോഴും പല കഥയും പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇന്ദ്രനും ഏതാണ്ടൊക്കെ ഒന്നിങ്ങനെ വളച്ചൊടിച്ച് ചിരിച്ച് തമാശയൊക്കെ കാർത്തി പറയുമ്പോൾ മറ്റദ്ദേഹത്തിന് എക്സ്പ്രഷൻ തൊട്ട് സുവോട്ടരാ. ആ ഗൗരവം അതെല്ലാം അങ്ങനെ പോവും. അതിനകത്ത് ഇപ്പോൾ ആരെങ്കിലും വല്ല കമൻ്റ് ഇട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ കമൻ്റ് എഴുതിയ ആളിനെ കളിയാക്കുമെന്നല്ലാതെ എനിക്കറിയാം ഒരു അഭിപ്രായത്തിന് മാറ്റം വരുത്തില്ല. എൻ്റെ മോൻ എങ്ങനെയാണെന്നുള്ളത് എന്നെക്കാട്ടി നന്നായിട്ട് നാട്ടുകാർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അയാളുടെ ക്യാരക്ടർ അങ്ങനെ കേട്ടോ എന്ന് വിവരമുള്ളവർ പറയും. പിന്നെ എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല കണ്ടില്ലേ? എന്താണ് ഈ ബ്രോഡാഡിയുടെ സെറ്റിൽ നടന്ന ഒരു സംഭവം ആരും അറിയുന്നില്ല. ഞാനാ പടത്തിലില്ലേ, 5-6 ഹോട്ടലിലാണ് ഓരോ സ്ഥലത്ത്. അവിടെ എന്തോ കല്യാണ സീനിൽ വന്നു, കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്തോ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പടം കഴിഞ്ഞ് വീട്ടിൽ പോയി. അടുത്ത എമ്പുരാന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്ടോബറിലൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് സാർ ഇങ്ങനെ പോലീസ് കേസ് ഇന്നാരുടെ പേരിൽ വന്നിട്ടുണ്ട്. എന്താ സംഭവം? അതിങ്ങനെ അന്ന് വൈകിട്ട് വിട്ടു. ഇതൊന്നും അന്വേഷിക്കാതെ അയ്യോ ഘോര ഓരോരുത്തരത്ത് കയറിയത് പ്രസംഗിക്കുന്നതാണ്. ചിലപ്പോൾ എന്നെ കളിയാക്കുന്ന എന്നെ അറിഞ്ഞുകൂടാ. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, മക്കളെ ഒന്ന് ചൊറിയാൻ വേണ്ടി നമ്മളെ പറയുന്നവരുണ്ടല്ലോ, അറിയാം. ശരിയാ, അവരുടെയൊക്കെ വിചാരം ഇതെല്ലാം വായിച്ചോണ്ട് ഇവിടെ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒരാഴ്ച കഴിഞ്ഞാണ് അവൻ കാണുന്നത്. ശരി, അവരെല്ലാം അല്ലയോ അവര് ഉന്നമിക്കുന്നത് ഫാൻസ് പേജ് ഇല്ലേ, അവര് തമ്മിലുള്ള യുദ്ധത്തിനാണ് അങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. അതെ അതെ, ശരി. അതും ഒരു പ്രധാന ഘടകമാണ്. അതെന്താ അറിയോ, നമ്മുടെ ആൾക്കാരുടെ വിചാരം ഇങ്ങനെ ഫാൻസുകൾ തമ്മിൽ ചീത്ത വിളിച്ചാൽ അതുപോലെയാണ്. പിന്നെ പൃഥ്വിരാജും സൂര്യയും ദുൽഖറും എന്ത് കഷ്ടം. അവരൊക്കെ കൂടെ ഒന്നിച്ച് ചാപ്പാടും കഴിച്ച് സന്തോഷമായിട്ട് നടക്കുന്നത്. ഇവര് തമ്മിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സ്വയം ഒരു വില കളയുന്ന ഒരു പരിപാടിയാണ്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നെ ദൈവമേ. ദുൽഖറൊക്കെ എന്ന് പറഞ്ഞാലുണ്ട്, എന്റെ ആൽബത്തിൽ തന്നെ ഉണ്ട് ഒരു ഫോട്ടോ, ഇത്രയേ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോയാ. മമ്മൂട്ടിയുടെ കുഞ്ഞല്ലേ. അപ്പൊ മമ്മൂട്ടി ഒരുപാട് സുഖമുണ്ട് കൂടെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഇവരൊക്കെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വലിയ അടുപ്പോ അവരൊന്നിച്ച് ബർത്ത്ഡേയോ അതോ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഈ വയസ്സുകാലത്തിന് അതിന് പോകുന്ന അത് അവരുടെ ഒരു എൻജോയ്മെന്റ് അല്ലേ. അപ്പൊ പക്ഷെ ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ലേടാ ഇങ്ങനല്ലേടാ എന്നൊക്കെ പറയുന്നത് എന്തോ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വീട്ടിൽ ആരും കാണത്തില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിവരം കെട്ടവരാവൂ എല്ലാ പിള്ളേരും. മൊബൈലിന്റെ സ്ക്രീൻ ബാക്കിൽ ഇരുന്നിട്ട് അവർക്ക് പറയാൻ പേടിയുണ്ടാവില്ല. പക്ഷെ ഈ പറയുന്ന ആളുടെ മുന്നിൽ വന്ന് പറയാനായിട്ട് അവർക്കത് സാധിക്കില്ല. അയ്യോ, മുന്നിൽ വന്ന് പറയാവുന്നവരാണെങ്കിൽ നമ്മളും ബഹുമാനിക്കും. ഇത് അതില്ലല്ലോ. ഈ കയ്യിലൊരു എഴുതാനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വകയിലൊരു ഭീരുത്വം തന്നെയാണ്. അതുകൊണ്ടാണ് അതിൽ ചിന്തിച്ചൊരു കാര്യം, നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പോലെ ആവാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, നമ്മളെ പോലെ മീൻസ്
സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ല ആളുകളെ പോലെ അത് ആവാൻ ചിലപ്പോൾ പറ്റാത്തതിന്റെ ഉണ്ടാവാം, വിഷമം. ജീവിതത്തിലുണ്ടാവുന്ന ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, അതെ, നൈരാശ്യം, frustrations. അതെ, അതെ. അതിൽ നിന്നും വരാം. ചുമ്മാ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിച്ചൊരു സ്വയം സുഖം കണ്ടെത്തുക, കുറെ അതല്ല. അതാണ്, അല്ല നന്നാണെന്നുള്ള ചിന്ത കൊണ്ടൊന്നും അയ്യോ അല്ല, നന്നാവണം എന്നുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ഒരാളിന്റെ നല്ല വശമായിരിക്കും ആദ്യം പറയുക, പിന്നെ ഉള്ളൂ. വെറുതെ വലിയ ആളാക്കരുത്. അവിടെ ഇത് ഈ ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞ, അയ്യോ ഞാൻ കണ്ടില്ല, എവിടെ ഒരു വലിയ പ്രമുഖൻ എറണാകുളത്തുള്ള പുള്ളി ഇലക്ഷനൊക്കെ നിന്ന് തോറ്റ ഒരാളാണ്. പക്ഷേ പൃഥ്വിരാജിന്റെ പടം 2023 സെൻസർ ചെയ്തെങ്കിലും ജനം കണ്ടത് 24 ജനുവരിയിലാണെന്നൊക്കെ. അതിനെങ്ങനെ കൊടുത്തു ജനപ്രിയ? അപ്പൊ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, മനുഷ്യരാരും കാണാതെ പെട്ടിയിലിരുന്ന ചിത്രങ്ങൾക്ക് ഇവിടെ ജനപ്രിയ ചിത്രം കൊടുത്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ ഇവിടെ പേരും എന്നെ നേരിട്ട് വിളിക്കാമെങ്കിൽ പേരുകൾ വരെ പറഞ്ഞു കൊടുക്കാം. അതൊന്നും തിയേറ്റർ പോലും കിട്ടാതിരുന്ന പടങ്ങൾ ജൂറി കണ്ടപ്പോൾ നല്ല പടം, ഇത് ജനങ്ങൾ കാണേണ്ട പടമാണ് എന്ന് തോന്നി അവർ കൊടുത്തു. എന്തപ്പോൾ തെറ്റ്? അത് 7 പേരുടെ തീരുമാനമാണ്. അതിന് നമ്മളിവിടെ കിടന്നുകൊണ്ട് അയ്യോ മൊത്തം വിളിച്ചിട്ട് കാര്യമുണ്ട്. അപ്പൊ ഒന്നും പറയാനില്ല. അദ്ദേഹം കുറച്ചാളായിട്ട് നിശബ്ദനാ. അപ്പൊ പിന്നെ എന്നാ പൃഥ്വിരാജിന്റെ 2 വാക്ക് പറയാം. എന്താ പൃഥ്വിരാജിന്റെ പേര് വന്നെന്ന് ആരെങ്കിലും നോക്കത്തില്ലേ? എന്തിനാണ് ഇവരൊക്കെ സ്വയം വില കളയുന്നത്? ഇങ്ങനെ നാണമില്ല സത്യം പറയുക.